വർഷങ്ങൾക്ക് മുമ്പ് ചിറയക്കാട്ട് മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഐഞ്ഞിലത്തുനിന്നും പിന്നെ നാളികേരം, അതായത് തോണി മാർഗം, അന്ന് ഇന്നത്തെ മാതിരിയുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ തോണി മാർഗമായിരുന്നു അന്ന് നാളികേരം കൊണ്ടുവരുന്നത്. ഈ ഭാഗത്തൊക്കെ നാളികേരം പൊളിക്കുന്ന ഒരു പ്രദേശമാണ്. ആ നാളികേരത്തിൽ നിന്ന് ഏറ്റവും വലിയ കൗതുകം കണ്ട് 3 നാളികേരം, അന്നത്തെ നാളികേരത്തിന്റെ വർക്ക് എടുക്കുന്ന ഐലാളത്ത് രാരു, പുതിയോട്ടിൽ പോക്കരുട്ടി എന്ന് പറഞ്ഞ 2 വലിയ മഹാന്മാരായിരുന്നു അന്നത്തെ ഈ നാളികേരം പൊതുദർശനം എന്നുള്ള നിലക്ക് ഇവിടെ വരാന്തയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പഴയ കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ പിന്നെ ഇതൊരു തുറസായ സ്ഥലമാണ്. ഒരുപാട് ആളുകൾ രാവും പകലുമായിട്ട് യാത്ര ചെയ്യുന്ന ഇവിടെ ഇന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ആർക്കും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ അന്നത്തെ കയറിന്റെ മുകളിൽ ഇപ്പോഴും ഈ 2 നാളികേരം, 3 നാളികേരം ഉണ്ടായിരുന്നു. ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ അത് പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ കറുപ്പ് പൊടികൾ മാത്രം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2 നാളികേരം ഇപ്പോഴും ഭദ്രമായിട്ട് ഇവിടെ തൂങ്ങി കിടക്കുകയാണ്. ഈ കെട്ടിടം ചിറയക്കാട്ട് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളാണ്, മുഹമ്മദ് ഹാജിന്റെ അനിയനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് മുഹമ്മദ് ഹാജി. അദ്ദേഹത്തിനാണ് ഈ നാളികേരം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നാളികേരം എന്ന് പറഞ്ഞാൽ ഐഞ്ഞില ഭാഗത്താണ്. ഐഞ്ഞില ഭാഗത്ത് പറഞ്ഞാൽ അന്ന് ആ ഭാഗത്തു നിന്നൊക്കെ ദൂരത്തു നിന്നൊക്കെ തേങ്ങ തോണിമാർഗം ഇവിടെ വരികയും ഇവിടുത്തെ ആളുകൾ അത് പൊളിച്ചിട്ട് അത് കൊപ്പരയാക്കാനും അതുപോലെ തന്നെ ചകിരി തല്ലലും ഒക്കെ ആയിട്ട് കോഴിക്കോട് ടൗണിലേക്ക് എത്തിക്കുന്ന ഒരു ഇതായിരുന്നു അന്ന് പണ്ട് കാലത്തുണ്ടായിരുന്നത്. ഏതാണ്ട് 64-65 വർഷം പഴക്കമുണ്ടെന്നാണ് അന്നത്തെ ആളുകൾ മുഴുവനും പറയുന്നത്. സെപ്റ്റംബർ 2 ലോക നാളികേരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഇത് ബോട്ടാനിക്കൽ ഗാർഡനിൽ അതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾ ഒരു ഗ്ലാസ്സിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചോളാം, ഗ്ലാസിന്റെ ചില്ലുകൂട്ടിൽ സംരക്ഷിച്ചോളാറ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞ് ഇന്നും ഇവിടെ ഭദ്രമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത തൂങ്ങി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നും എക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള നിലക്കാണ് ഇന്നും ഇവിടെ തൂങ്ങി കിടക്കുന്നത്. പിന്നെ അതോടൊപ്പം ഒരു 15 വർഷം മുമ്പേ കടവ് റിസോർട്ടിൽ നിന്ന് വിദേശികളൊക്കെ വന്ന് ഇവിടെ വന്ന് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി അധ്യാപകർ ലൈനായിട്ട് പല ഭാഗത്തും കമ്പ്യൂട്ടർ സ്കൂളിൽ നിന്നും GLP സ്കൂളിൽ നിന്നും ALP സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്കൊക്കെ ഇത് കാണിക്കാറുണ്ടായിരുന്നു. നാളികേരം തോണി മാർഗം ഇവിടെ വന്നിട്ടുള്ളതാണ്. തോണി മാർഗം വന്നപ്പോൾ ആ നാളികേരത്തിൽ നിന്ന് വലിയ കൗതുകം കണ്ട്, വലിയ കൗതുകം എന്ന് പറഞ്ഞാൽ അന്നത്തെ നാളികേരത്തിൽ നിന്ന് ഏറ്റവും വലിയ 3 നാളികേരത്തിന്റെ വലുപ്പം കണ്ടിട്ട് അവർ ഈ അദ്ദേഹത്തിന്റെ പീഡികന്റെ വരാന്തയിൽ കെട്ടിത്തൂക്കിയിട്ടുള്ളതാണ്. ഞങ്ങൾ എല്ലാ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനാണ്. അന്നത്തെ രാവിലെ ഞങ്ങൾ ഇതിനെ മാല ചാർത്തലും അതോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര്, പ്രാദേശികമായിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ഐലാളത്ത് രാരു എന്ന് പറഞ്ഞ അവരെ മക്കള്, അതോടൊപ്പം പുതിയോട്ടിൽ പോക്കരുട്ടി എന്ന് പറഞ്ഞ അവരെ മക്കള്, അവരൊക്കെ വന്നിട്ട് കാലാകാലങ്ങളായിട്ട് മക്കളും പിന്നെ അതോടൊപ്പം പ്രദേശവാസികളും സ്കൂളിലെ കുട്ടികളും മറ്റ് എല്ലാവരും വന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ആദരിച്ചു പോരുന്ന ഒരിതാണ് വർഷങ്ങളായിട്ട് കണ്ടത്.